ഹായ്, ഐ ആം പ്രീത ഫ്രം കതിരോല. നമ്മുടെ ഷോപ്പ് തൃശ്ശൂർ കുട്ടനല്ലൂരാണ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കുറച്ച് പ്രീമിയം വെയർ ആയിട്ടുള്ള കുർത്തീസാണ്. അതിനോടൊപ്പം തന്നെ ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിക്കാവുന്ന 2 പീസിൻ്റെ 2 സെറ്റും കാണാം. നമുക്കപ്പോൾ വീഡിയോയിലേക്ക് പോവാം. പീകോക്ക് ഷെയ്ഡിലുള്ള 3 പീസ് കുർത്തിയാണ്. ചീനോൺ മെറ്റീരിയലിൽ വരുന്നതാണിത്. അത്ര ക്വാളിറ്റി കൂടിയ പ്രീമിയം ആയിട്ടുള്ള ചീനോൺ അല്ല. അതാണെങ്കിൽ ഇതിൻ്റെ വിലയൊക്കെ വളരെ പ്രൈസ് കൂടുതലായിരിക്കും. ഇതിൽ പ്രധാനമായിട്ട് വന്നിട്ടുള്ളത് ഇതിൻ്റെ പ്രിൻറ്റിൻ്റെ ആ ഒരു ഭംഗിയാണ്. അതുപോലെ തന്നെ സീക്വൻസ് വർക്കും ഒറിജിനൽ മിറർ വർക്കും മാത്രമാണ് ഇതിലുള്ളത്. പിന്നെ എല്ലാം ഈ പ്രിൻറ്റും അതിൻ്റെ ഫ്ലവേഴ്സൊക്കെ ആയിട്ടുള്ള ഈ ഡിസൈനിൻ്റെയൊക്കെ ഒരു ഭംഗിയാണ്. ചെസ്റ്റ് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത്. ഇതിൽ ഒറിജിനൽ മിറർ അതുമാതിരി സീക്വൻസ് വർക്കൊക്കെ വന്നിട്ടുണ്ട്. ഇങ്ങനെ ടസൽസ് മോത്തി വർക്ക് വന്നിട്ട് അതുപോലെ തന്നെ ടസൽസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു യു ഷേപ്പിൽ ഒരു വർക്കാണ് വന്നിട്ടുള്ളത്. ഇത് സൈഡ് സ്ലിറ്റ് ഉള്ളതാണ്. ഉള്ളിൽ മൽക്കോട്ടൻ്റെ നല്ല ലൈനിങ് കൊടുത്തിട്ടുണ്ട്. സ്ലീവ് ഇങ്ങനെയാണ്. സ്ലീവ് ഇപ്പോൾ ഞാൻ ധരിച്ചിട്ടുള്ള മാതിരി ഇതുപോലെ ഉള്ള ശംഖിൻ്റെ വർക്കൊന്നും ഇല്ലാത്തതും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വർക്കുള്ളതും വന്നിട്ടുണ്ട്. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് വേറെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇത് മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ എന്നുള്ള സൈസിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ അതിൻ്റെ ഒരു വ്യൂ ഇങ്ങനെ വരും. അപ്പോൾ 2 സ്ലീവ് 3/4 സ്ലീവാണ്. ഏകദേശം ഫുള്ളെന്ന് തന്നെ പറയാം എന്നെപ്പോലുള്ളവർക്കൊക്കെ. പിന്നെ ഇങ്ങനെ ശംഖിൻ്റെ വർക്കൊക്കെ വന്നിരിക്കുന്നു. ഇത് ഡബിൾ കളർ വന്നിട്ടുണ്ട്. ഇതിൽ പീകോക്ക് ഗ്രീനും വന്നിട്ടുണ്ട്, ബ്ലൂവും വന്നിട്ടുണ്ട്. ഇത് റൗണ്ട് നെക്ക് ആയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതുപോലെ മൽക്കോട്ടൻ്റെ ലൈനിങ് കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ലെങ്ത്ത് നല്ല ലെങ്ത്തൊക്കെ ഉള്ളതാണ്. ഇവിടെയൊക്കെ നല്ല ഭംഗിയുള്ള വർക്കാണ് വന്നിട്ടുള്ളത്. താഴെയും ഇതുപോലെ തന്നെ ഈ ശംഖിൻ്റെ എല്ലാം വർക്കുണ്ട്. അത് എല്ലാ ഡ്രസ്സിലും വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇവിടെ എല്ലാം സീക്വൻസ് വർക്ക് നല്ല ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒറിജിനൽ മിറർ വർക്കും ഇവിടെ എല്ലാം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ദുപ്പട്ട വരുമ്പോൾ ഇങ്ങനെയാണ്. ഇങ്ങനെ ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത്. അതിന് നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് കൊടുത്തിട്ടുള്ളത്. പാൻറ് ചിനോൺ മെറ്റീരിയൽ തന്നെ വരുന്ന പാൻറ്റാണ്. ഫുള്ളി എലാസ്റ്റിക് ആയിട്ടുള്ള പാൻറ്റാണ്. ഒരു 39 ഇഞ്ച് ലെങ്ത് വരാൻ ചാൻസ് ഉണ്ട്. ഞാനത് കറക്റ്റായിട്ടുള്ളത് സ്ക്രീനിൽ കാണിക്കുന്നതായിരിക്കും. അതുപോലെ താഴെയായിട്ട് ഇങ്ങനെ വർക്ക് വരുന്നുണ്ട്. ഒരു സിൽക്കിൻ്റെ പീസാണ് താഴെ കൊടുത്തിട്ടുള്ളത്. നല്ല സോഫ്റ്റാണ്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ തന്നെയാണിത്. അപ്പോൾ നല്ല അടിപൊളി ഒരു ഡ്രസ്സായിട്ട് തന്നെ ഇതിന് പറയാം. ഇതിൻ്റെ വില 2550 മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ എന്നുള്ള എല്ലാ സൈസിലും ലഭ്യമാണ്. നമുക്കൊന്ന് കണ്ടുനോക്കാം. വെയർ ചെയ്യാനും നല്ല സുഖമാണ്. ഇത് ചിനോൻ്റെ മെറ്റീരിയൽ ആയതുകൊണ്ട് ലൈറ്റ് വെയിറ്റ് ആണ്. പിന്നെ മൽക്കോട്ടൻ്റെ ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഇതിൽ അത്യാവശ്യം വർക്കുകൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിലും നമുക്കതൊട്ടും ഒരു എന്താ പറയുക വെയിറ്റ് ഒന്നും തോന്നിക്കില്ല. നല്ല ഈസി ആയിട്ട് നമുക്ക് വെയർ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ബാക്ക് പോർഷൻ വരുമ്പോൾ ഇങ്ങനെ വരും. ബാക്കൊക്കെ നല്ല ലെങ്ത് ആയിട്ട് നല്ല പാൻറ്റെല്ലാം കറക്റ്റ് സൈസിൽ ഒക്കെ നിൽക്കുന്നതാണ്. ദുപ്പട്ട വരുമ്പോൾ ഇങ്ങനെ വരും. പിന്നെ വൺ സൈഡായിട്ട് ഇടാം. അതുപോലെ തന്നെ ഞാൻ സാധാരണ ധരിക്കുന്നത് ഇങ്ങനെയാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇട്ടു എന്ന് മാത്രം. നല്ല സുഖമുള്ള മെറ്റീരിയലാണ് ചിനോൺ. പ്യുവർ കോട്ടണിൽ വരുന്ന 2 പീസ് കുർത്തിയാണിത്. അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയാൻ അതിൻ്റെ ആ നെക്ക് പോർഷനാണ് വി ഷേപ്പിൽ വന്നിട്ടുള്ളതാണ്. അത് നിറയെ എംബ്രോയിഡറി വർക്ക്, ചെറിയ സീക്വൻസ് വർക്ക്, അതുപോലെ തന്നെ മിറർ വർക്ക്, ഒറിജിനൽ അല്ല മിറർ വർക്ക് ഒക്കെ വന്നിട്ടുള്ളതാണ്. അതുപോലെ തന്നെ മിഡിൽ പോർഷനിൽ ഇങ്ങനെ കാന്താ സ്റ്റിച്ച് പോലെ വന്നിട്ട് അതിന് ചെറുതായിട്ട് സീക്വൻസ് വർക്ക് ഇങ്ങനെ ധാരാളമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം നല്ലൊരു ഹൈലൈറ്റ് ആണ്. അതുപോലെ തന്നെ വളരെ ചെറുതായിട്ട് ഗ്യാതറിങ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് വേറൊരു പീസിൽ തന്നെയാണ് കൊടുത്തിട്ടുണ്ട്. ഈ ഗ്യാതറിങ്സ് ഒട്ടും അത് ഇങ്ങനെ നമുക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന മാതിരി ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിക്കില്ല. കാരണം ഇതിന് ദുപ്പട്ട അല്ലെങ്കിൽ ഷോൾ ഇല്ലാത്തത് കൊണ്ട് അത് വളരെ ഒതുങ്ങി നിൽക്കുക തന്നെ വേണ്ടി വരും. അപ്പോൾ അതങ്ങനെ നിൽക്കുന്നതാണ്. പിന്നെ സ്ലീവ്ലെസ് അല്ല 3/4 സ്ലീവാണ്.
അതിൻ്റെ അറ്റത്ത് പാൻറ്റിൻ്റെ തന്നെ മെറ്റീരിയലാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. അത് ഈ ഡിസൈനാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിന് മുഴുവൻ ഇങ്ങനെ വീവിങ് പോലെ തോന്നിക്കും നമുക്ക്, പക്ഷെ വീവിങ് അല്ല, ഇങ്ങനെ ഫുള്ളായിട്ട് ഡിസൈൻ വന്നിട്ടുണ്ട്. ഇത് ഇങ്ങനെ ഒരു എ ലൈൻ പോലെ വന്നിട്ടുള്ളതാണ്. സൈഡിൽ സ്ലിറ്റ് ഉള്ള ടൈപ്പ് അല്ല, സൈഡിൽ സ്ലിറ്റ് ഇല്ല, ലൈനിങ് ഇല്ല. പക്ഷെ അത്യാവശ്യം കട്ടിയുള്ള തുണിയായതുകൊണ്ട് ലൈനിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല. പിന്നെ ഇതിൻ്റെ ബാക്ക് പോർഷനും ഇങ്ങനെ തന്നെയാട്ടോ. നെക്കിൻ്റെ ബാക്ക് പോർഷൻ ഇങ്ങനെ കുറച്ച് കയറി നിൽക്കുന്ന കാരണം കൊണ്ട് അതൊരു നല്ല ഒരു ഫാഷനബിൾ ആയിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നതാണ്. അതുപോലെ പാൻറ് പീസ് കുറച്ച് പലാസോ മോഡലാണ് പാൻറ്. വളരെ ലെങ്തി അല്ല, ഈ കുർത്തി കഴിഞ്ഞിട്ട് വളരെ കുറച്ച് കാണുള്ളൂ. പക്ഷെ അത് നല്ല ലേറ്റസ്റ്റ് ഫാഷനിൽ നിൽക്കുന്നതിനോട് അത് നല്ലൊരു ഭംഗിയാണ്. പിന്നെ അതിൻ്റെ ഒരു പ്രിൻറ്റിൻ്റെ ഒരു ഭംഗി ഫുള്ളി വീവിങ് ആണെന്ന് തോന്നിക്കും, അത് പക്ഷെ അങ്ങനെയല്ല, നല്ല ഭംഗിയാണ് അതിൻ്റെ കാണാൻ. അതിന് പോക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കുറച്ച് പലാസോ പോലെ വരുന്നതാണ്. ഫുള്ളി എലാസ്റ്റിക്കാണ്. പാൻറ്റൊക്കെ നല്ല നമുക്ക് നല്ല കറക്റ്റ് ഫിറ്റ് ആയിട്ട് തന്നെ നിൽക്കുന്നതാണ്. സൈസ് മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ, ത്രിബിൾ എക്സൽ സൈസ് വരെ നമുക്കിത് ലഭ്യമാണ്. ബാക്ക് പോർഷൻ ആകുമ്പോൾ ഇങ്ങനെ വരും. ബാക്ക് ഇങ്ങനെ പ്ലെയിൻ ആണ്, വേറെ ഡിസൈൻ ഒന്നുമില്ല. ഈ സാധാരണ ഈ ഒരു ഡിസൈൻ മാത്രമേ കാണാനുള്ളൂ. അപ്പം നമുക്കതൊരു ക്ലോസ് ആയിട്ട് നമുക്കൊന്ന് കണ്ടു നോക്കാം. രണ്ട് കളറിലാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഒന്ന് ബ്ലാക്ക് ഷെയ്ഡിൽ വരും, പിന്നെ ഒരു ബ്ലൂ ഷെയ്ഡ്, ഒരു നേവി ബ്ലൂ, അത്രയ്ക്ക് ഡാർക്ക് അല്ലെങ്കിലും ഒരു ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത്. പിന്നെ പലാസോ ഇങ്ങനെ വരും. പലാസോ സെയിം ഡിസൈൻ തന്നെ, ഈ ബ്ലാക്കിന് പകരം അത് ബ്ലൂ ആയിട്ട് വരുന്നു. ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത്. ഇപ്പം ഞാൻ വേറെ ചെയ്തിരിക്കുന്നത് ബ്ലൂ ഷെയ്ഡ് തന്നെയാണ്. ഗാദറിങ്സ് ഒക്കെ വളരെ ഒതുങ്ങി നിൽക്കുകയാണ്. നല്ലൊരു കുഴപ്പമില്ല, നമുക്ക് ഫ്രീ ആയിട്ട് വേനൽക്കാലത്ത് ഇങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അത്യാവശ്യം ടൂറ് പോകണമെങ്കിലോ ചെറിയ ചെറിയ പിക്നിക്കുകൾക്കൊക്കെ സുഖമായിട്ട് യൂസ് ചെയ്യാം. നമുക്ക് ഡ്രസ്സ് ഇട്ടിട്ടുള്ളതിൻ്റെ ഒരു ബുദ്ധിമുട്ടറിയാത്ത ഒരു നമുക്ക് വളരെ കംഫർട്ട് ഫീൽ ചെയ്യുന്ന ഒരു ഡ്രസ്സ് തന്നെയായിരിക്കും ഇത്. ഇതാണ് അതിൻ്റെ പാൻറ് വരുന്നത്. സൈഡിൽ ഓപ്പൺ അല്ല, ഇതാണ് അതിൻ്റെ പാൻറ്. ഓക്കെ, ഇത് സൈസ് മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ, ത്രിബിൾ എക്സൽ എന്നുള്ള സൈസിലൊക്കെ ലഭ്യമാണ്. 3 പീസിൽ വരുന്ന കോട്ടൺ കുർത്തിയാണിത്. ഇതിൻ്റെ പ്രിൻറ്റിൻ്റെ ഭംഗി നോക്കാം, നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ്. പല ലെയറായിട്ടാണ് ഇതിൻ്റെ കുർത്തി വന്നിട്ടുള്ളത്. ഇവിടെ അതുപോലെ കുറച്ച് മോൾ ഭാഗത്തായിട്ടാണ് ഇങ്ങനെ ഒരു ചെറിയ ഗാദറിംഗ് ഒക്കെ വന്നിട്ട് ഒരു ബോർഡർ വന്നിട്ടുണ്ട്. അതിൽ വളരെ പൊടിയായിട്ടുള്ള സീക്വൻസ് വർക്കാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഷോ ബട്ടണിന് പകരം ഇങ്ങനെ വർക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ റൗണ്ട് നെക്കാണ്, കുറച്ച് പതിഞ്ഞ ഒരു നെക്കാണ്, ചൈനീസ് കോളർ പോലെ. അതിലും നിറയെ ലേസ് വന്നിട്ടുണ്ട്. സീക്വൻസ് വർക്കിൻ്റെ ലേസാണ് വന്നിട്ടുള്ളത്. ചെറുതായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു വി ഷേപ്പിൽ പോലെ കാണാം. വളരെ കുറച്ചായിട്ടാണ് ഇവിടെ ഗാദറിങ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ രണ്ട് സൈഡിലും ഇങ്ങനെ നമുക്ക് ടൈ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. വലിച്ചു കെട്ടാം, ഇതുപോലെ വലിച്ചു കെട്ടാവുന്നതാണ്. പിന്നെ അതിൻ്റെ പ്രിൻറ്റിൻ്റെ ഭംഗി നോക്കിക്കോളൂ. സൈഡിൽ ഇങ്ങനെ വരും, അനാർക്കലി മോഡൽ പോലെയാണ്. വേറെ സൈഡിൽ സ്ലിറ്റ് ഒന്നും വരുന്നില്ല. ലൈനിങ്ങും പ്രൊവൈഡ് ചെയ്തിട്ടില്ല. പക്ഷെ അത്യാവശ്യം കട്ടിയുള്ള തുണിയാണ് കേട്ടോ, കുഴപ്പമില്ല. പിന്നെ അതിൻ്റെ താഴെയുള്ള പാൻറ് പീസും ഒരു ഓഫ് വൈറ്റ് കളറിൽ യെല്ലോ, കുറച്ച് ഡാർക്ക് യെല്ലോ അല്ലെങ്കിൽ ഒരു ഗ്രീൻ എന്നും പറയാം, കളർന്നിട്ടുള്ള ഡിസൈൻ ഉള്ളതാണ്. അതുകൊണ്ട് ഇതിൻ്റെ അടിയിൽ ലൈനിങ്ങിലെങ്കിലും അത്ര വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഹാഫ് വരെ നമ്മളൊരു ഷിമ്മീസ് ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഇതാ ഇങ്ങനെയാണ് പാൻറ് വരുന്നത്. ഫുള്ളി ഇലാസ്റ്റിക് ആയിട്ടുള്ള പാൻറ്റാണ്. ആവശ്യത്തിന് നമുക്ക് നല്ല ആവശ്യത്തിന് സൈസൊക്കെ ഉള്ള പാൻറ് തന്നെയാണ്. കറക്റ്റ് സൈസ് മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ, ട്രിപ്പിൾ എക്സൽ എന്നുള്ള സൈസിലും ഇത് അവൈലബിൾ ആണ്. ഇതിൻ്റെ ദുപ്പട്ട വരുമ്പോൾ ഇങ്ങനെയാണ്. ദുപ്പട്ടയുടെ ഡിസൈൻ നല്ല ഭംഗിയുള്ള ഡിസൈനാണ്. വളരെ കൊച്ചു ഡിസൈനുകളാണ്, നല്ല ലൈറ്റ് കളേഴ്സിനെ കൊണ്ട് ഈ വേനൽക്കാലത്ത് നമുക്ക് വളരെ സുഖം തോന്നിക്കുന്ന, കണ്ണിന് തന്നെ നല്ല സുഖം തോന്നിക്കുന്ന ഒരു ക്രീം ഷെയ്ഡ്, ഓഫ് വൈറ്റ് അല്ലെങ്കിൽ ലൈറ്റ് ക്രീം ഷെയ്ഡിൽ വരുന്ന ഒരു കുർത്തിയാണിത്. അപ്പോൾ അതിൻ്റെ ദുപ്പട്ട അതിനേക്കാൾ
നല്ല സുന്ദരമാണ്, വളരെ സൂതിങ് എഫക്റ്റ് തോന്നിക്കുന്നതാണ്. ദുപ്പട്ടയുടെ അറ്റത്ത് ഇങ്ങനെ വർക്ക് വരും. ഇത് കുർത്തിയുടെ മാച്ചായിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് അറ്റത്ത് വരുന്നത്. അതുപോലെ എല്ലാ 4 സൈഡിലും ബോർഡറും വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് കുർത്തി വരുന്നത്. നല്ല ഭംഗിയുടെ കുർത്തിയാണ്. വേനൽക്കാലത്തേക്ക് വളരെ പറ്റിയതാണ്. നമുക്ക് വളരെ കൂൾനെസ് തോന്നിക്കും. പുറത്തെ ഹോട്ട് വെതറിൽ നമുക്ക് വെയർ ചെയ്യാവുന്ന വളരെ സുഖം തോന്നിക്കുന്ന ഒരു ഡ്രസ്സായിരിക്കും എന്നുള്ളതിന് സംശയമില്ല. കുർത്തിയുടെ പ്രൈസ്, ടോപ്പ് ലെങ്ത്ത്, അതുപോലെ പാൻറ്റിൻ്റെ ലെങ്ത്ത് എല്ലാം സ്ക്രീനിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുക, അയച്ചു തരിക. നമുക്ക് ലിമിറ്റഡ് പീസുകളെ നമ്മുടെ കയ്യിലുള്ളൂ. അതുകൊണ്ട് എത്രയും വേഗം ഗ്രാബ് ചെയ്യാൻ ശ്രമിക്കുക. 3 പീസ് കുർത്തിയാണിത്. അനാർക്കലി മോഡലിൽ വരുന്ന 3 പീസ് കുർത്തിയാണ്. അതിൻ്റെ ഒരു അങ്കരക്ക മോഡലിലാണ് വന്നിരിക്കുന്നത്. ഇതുപോലെ ഒരു വി പോലെ വന്നിട്ട് ഇങ്ങനെ അങ്കരക്ക മോഡലാണ് വന്നിരിക്കുന്നത്. സൈഡിൽ ഇങ്ങനെ കെട്ട് വന്നിട്ടുണ്ട്. അതുപോലെ ടസൽസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇവിടെ നിറയെ ഗോൾഡ് കളറിലെ സീക്വൻസ് വർക്കാണ് ഈ ഒരു ലെഫ്റ്റ് പോർഷനിൽ വന്നിരിക്കുന്നത്. അതുപോലെ ഇവിടെ ചെറുതായിട്ട് സീക്വൻസ് വർക്കുകൾ ഫുള്ളായിട്ട് വന്നിട്ടുണ്ട്. അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ്. നല്ല ഭംഗിയായിട്ടാണ് അതിൻ്റെ ആ ഒരു ഡിസൈനിൽ ആ ഒരു വർക്ക് വന്നിരിക്കുന്നത്. അതിൻ്റെ ഒരു ഭംഗിയുണ്ട്. അതുപോലെ ഇവിടെ ഫുള്ളായിട്ട് ഇത് പാനൽ വർക്കാണ് വന്നിരിക്കുന്നത്. പാനൽ കട്ടാണ് ഫുള്ള്, ബാക്കും ഫ്രണ്ടും ഫുള്ളായിട്ട് പാനൽ കട്ട് വന്നിരിക്കണം. ഡിസൈൻ ഇങ്ങനെയാണ്. അതിൻ്റെ എൻഡിൽ വരുമ്പോൾ ഇങ്ങനെ കുറച്ച് വലിയ ഡിസൈനോട് കൂടിയിട്ട് വളരെ ഫേമസ് ആയിട്ടുള്ള പ്രിൻ്റാണ് ഇപ്പോൾ ഇത്. ഇതിൻ്റെ ലെഫ്റ്റ് പോർഷനിൽ ഈ ഒരു ഡിസൈൻ അങ്ങനെ തന്നെ പോയിരിക്കുകയാണ്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് പറയാനുള്ളത്. അതുപോലെ സ്ലീവ് വരുമ്പോൾ ഇങ്ങനെ 3/4 സ്ലീവ് വരുന്നുണ്ട്. സെയിം വർക്ക് ഡിസൈൻ തന്നെയാണ് കയ്യിൽ വന്നിരിക്കുന്നത്. കയ്യിലെ സീക്വൻസ് വർക്ക് കഴിയണമെന്നില്ല. ആ ഒരു ബോർഡർ പോലെ പ്ലെയിൻ ഒരു വർക്ക് വന്നിട്ടുള്ളത് മാത്രം. അതുപോലെ ബാക്ക് പോർഷൻ വരുമ്പോൾ ഇങ്ങനെ ഇവിടെ നിറയെ പാനലാണ് വന്നിരിക്കുന്നത്. ഹാഫ് പോർഷൻ കഴിഞ്ഞിട്ട് ഫുള്ളായിട്ട് പാനൽ വന്നിരിക്കുന്നു. സെയിം ഡിസൈൻ വന്നിരിക്കുന്നു. അത് ഇങ്ങനെയാണ് ബാക്കിൻ്റെ ഡിസൈന്. അതുപോലെ അതിൽ ദുപ്പട്ട നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ്. ദുപ്പട്ട ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ ഡിസൈൻ കാണണമെങ്കിൽ ഇങ്ങനെ ഇരിക്കും. ഇതാണ് അതിൻ്റെ ഒരു ഡിസൈൻ. ഫുള്ളായിട്ട് ആവശ്യത്തിന് നീളവും വീതിയും ഒക്കെയുള്ള ഒരു സുന്ദരമായിട്ടുള്ള ദുപ്പട്ടയാണിത്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഡിസൈൻ വരുന്നത്. ഞാനത് വെയർ ചെയ്തിരിക്കുന്ന നല്ല കംഫർട്ട് തോന്നുന്നതാണ്. വളരെ മൽക്കോട്ടൻ്റെയാണ്, വളരെ സുന്ദരമാണ്, അതുപോലെ തന്നെ സോഫ്റ്റുമാണ്. നമുക്ക് വേനൽക്കാലത്തേക്ക് വെയർ ചെയ്യാൻ വളരെ ആപ്റ്റായിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഈ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഈ കോട്ടൺ മെറ്റീരിയൽ. അതുപോലെ പാൻറ് പീസ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്തെ ഡിസൈൻ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇങ്ങനെയാണ് സാധാരണ സ്ട്രെയിറ്റ് പാൻറ് പോലെ തന്നെ വന്നിട്ടുള്ളത്. കുറച്ചൊരു ലൂസ് ഉണ്ടെന്ന് മാത്രം താഴ്ഭാഗത്ത്. 1 സൈഡ് എലാസ്റ്റിക് ആയിട്ടാണ്. ഇങ്ങനെ വലിച്ചൊക്കെ കിട്ടാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ആവശ്യത്തിന് നമുക്ക് നല്ല കംഫർട്ട് തോന്നുന്ന പാൻറ് തന്നെയാണ് അതത് സൈസുകൾക്ക് ഇവർ പെയർ ചെയ്തിരിക്കുന്നത്. അതിനൊന്നും യാതൊരു പ്രശ്നവും വന്നിട്ടില്ല. നല്ല സുഖമുള്ള നല്ല സുന്ദരമായിട്ടുള്ള ഒരു വേനൽക്കാലം കുർത്തിയായിട്ട് തന്നെ നമുക്ക് ഇതിനെ കണക്കാക്കാം. അത്യാവശ്യം ഫങ്ഷനുകൾക്കൊക്കെ ധരിക്കാം. അതുപോലെ തന്നെ ഒരു പ്രീമിയം വെയർ ആണെന്നുള്ളത് നമുക്ക് ഒരു സംശയം കൂടാതെ പറയാൻ പറ്റും. ഇതാണ് പാൻറ് ഇങ്ങനെ. അതുപോലെ ദുപ്പട്ട ബാക്ക് പോർഷൻ വരുമ്പോൾ ഇങ്ങനെ. തടിയുള്ളവർക്കൊക്കെ കുറച്ച് തടിയൊക്കെ കുറഞ്ഞ മാതിരി തോന്നും. മീഡിയം, ലാർജ്, XL, XXL, XXL എന്നുള്ള സൈസിലൊക്കെ ലഭ്യമാണ്. ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ. ഇന്ന് പ്രീമിയം വെയർ ആയിട്ടുള്ള നല്ല കുർത്തീസാണ് ഇത്. അധികം പ്രൈസ് പോവാതെ റീസണബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് എല്ലാം തന്നിരിക്കുന്നത്. അതുപോലെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരിക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. യൂട്യൂബിൽ എങ്ങനെയാണ് ഡ്രസ്സ് സെലക്ട് ചെയ്യേണ്ടത് എന്ന് ചോദിക്കാതെ നിങ്ങൾ നേരിട്ട് തന്നെ വാട്സാപ്പിൽ 6282339766 എന്നുള്ള നമ്മുടെ നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരിക. അപ്പോൾ നമ്മളത് അവൈലബിൾ ആണെങ്കിൽ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.